ഡൽഹി സുൽത്താൻ ഭരണത്തിലെ രണ്ടാമത്തെ രാജവംശമാണ് ഖിൽജി രാജവംശം. ബാൽബന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു മകനാണ് അധികാരത്തിലേറിയത്. അദ്ദേഹത്തിന് ഭരണകാര്യത്തിൽ വേണ്ടത്ര പ്രാവീണ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർമിയുടെ കമാൻഡറായിരുന്ന മാലിക് ജലാലുദ്ദീൻ ഖിൽജി ഇദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഭരണം യഥാർത്ഥത്തിൽ ജലാലുദ്ദീൻ്റെ കൈകളിലായിരുന്നു. ജലാലുദ്ദീൻ ഭരണത്തിൽ പിടിമുറുക്കി. ബാൽബന്റെ മകൻ കൊല്ലപ്പെട്ടു. ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ സുൽത്താനായി മാറി. പുതിയൊരു ഡൈനാസ്റ്റി ഉദയം ചെയ്തു. ഇതാണ് ഖിൽജി ഡൈനാസ്റ്റി. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി രാജവംശത്തിൻ്റെ സ്ഥാപകൻ, ദ ഫൗണ്ടർ ഓഫ് ദ ഖിൽജി ഡൈനാസ്റ്റി. 1290 മുതൽ 1320 വരെയാണ് ഇവരുടെ ഭരണകാലം. 30 വർഷത്തെ ഭരണമാണ് ഇവർ കാഴ്ചവെച്ചത്. 70 വയസ്സുള്ളൊരു വ്യക്തിയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. അധികം മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് മക്കളെയും മരുമക്കളെയും നിയമിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ ഇവർ വിജയിച്ചു. മംഗോളുകാരുടെ ആക്രമണം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലായിരുന്നു. ഇത് അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമായി മാറി. അദ്ദേഹം ഇത് തടയാൻ ശ്രമിച്ചു. 1292 92 കൂടിയാണ് ഈ കടന്നുകയറ്റം ഉണ്ടായത്. ജലാലുദ്ദീൻ ഖിൽജി ഒരു വീക്ക് റൂളറായിരുന്നു. ഇദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കൊട്ടാരത്തിലുള്ളവരെല്ലാം കൂടി തീരുമാനിച്ചു. അദ്ദേഹത്തിന് മരുമകനായ അലാവുദ്ദീൻ ഖിൽജി മാൾവ കീഴടക്കി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ജലാലുദ്ദീനെ